നയനയുടെ ജീവിതം വീണ്ടും എരുതിയിലേക്ക് എറിയപ്പെടുന്നു. പത്തരമാറ്റ പ്രേക്ഷകരെ വെറുപ്പിക്കുകയാണോ? പത്തരമാറ്റ പ്രേക്ഷകർ ഒന്നടങ്കം നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത്. വേറൊന്നുമല്ല, നമ്മുടെ അനന്തപുരിയിലെ ആ ഒരു പഴയ വേലക്കാരിയെ തിരിച്ചു വിളിച്ചു എന്നതിൻ്റെ പേരിൽ നമ്മുടെ ദേവയാനി ആദർശിനെയും നയനയും വല്ലാതെ ഇട്ട് കുടയുന്നുണ്ട്. അപ്പോൾ ആദർശിൻ്റെ അടുത്തും നയനയുടെ അടുത്തും പറയുന്നുണ്ട്, നിങ്ങളെന്നെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഇവളെ തന്നെ വരുത്തിയത്. ഇവിടെ അതിനു വീണ്ടും പണിയുണ്ടെങ്കിൽ വേറൊരു വേലക്കാരിയെ തന്നെ വരുത്താമായിരുന്നു, പക്ഷേ ഇത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നമ്മുടെ ജലജയും ഇറുതിയിൽ എണ്ണയെന്നോണം ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മുടെ ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അവൾക്കിതിൻ്റെ ഒരു ശിക്ഷയെന്നോണം നീ അവളെ 2-3 ആഴ്ച അവളുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്ക്, ശേഷം അവളുടെ വീട്ടുകാർ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തള്ളിക്കോളും എന്നിങ്ങനെ പറയുന്നുണ്ട് നയനയുടെ അടുത്ത്, ആദർശിൻ്റെ അടുത്ത് നയനെ അങ്ങോട്ട് കൊണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഇത് കേട്ടിങ്ങനെ നയന വീണ്ടും ഇങ്ങനെ ഒരു സങ്കടപ്പെട്ട്, എൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റവുമില്ലല്ലോ, പഴയ പോലെ തന്നെയാണല്ലോ എന്നിങ്ങനെ ആലോചിച്ചിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു രംഗം തന്നെയാണ് നമ്മുടെ പ്രൊമോയ്ക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ആദർശ് അതിന് തയ്യാറാകുമോ, ആദർശ് ദേവയാനിയെ അനുസരിക്കാൻ തയ്യാറാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ആദർശിന് മാറ്റമുണ്ടോ എന്നറിയാനും കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.